ബി എമ്മിന്റെ E30 ആണ്. സാധാരണ ഈ ഒരു RCക്ക് മെയിനായിട്ട് വരുന്ന കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മോട്ടറിന്റെ ബ്രഷ് കത്തിപ്പോവുക. രണ്ടാമത്തെ കംപ്ലൈന്റ് ബോർഡിലെ IC കത്തിപ്പോവുകയും, മൂന്നാമത്തെ കംപ്ലൈന്റ് ഇതിന്റെ ടീത്ത് പൊട്ടിപ്പോക്ക്. ഇതാണ് മെയിനായിട്ട് വരുന്ന കംപ്ലൈന്റ് കേട്ടോ. അപ്പൊ ഇതിന് അതിലും വ്യത്യസ്തമായിട്ടുള്ള കംപ്ലൈന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സ്റ്റിയറിംഗ് സൈഡ് വർക്ക് ചെയ്യുന്നില്ല. ഫ്രണ്ട് ബാക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിയറിംഗ് സൈഡ് കംപ്ലൈന്റ് ആണ്. കസ്റ്റമർ വേറെ എവിടെയോ കൊടുത്ത് സംഭവം സെറ്റാക്കിയതാണ്. എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് സൈഡിൽ എന്തോ ചിപ്പോ എന്തൊക്കെ മാറി സാധനം റെഡിയാക്കിയെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടാ. ഇതിനകത്ത് അങ്ങനെ ഒരു IC ചിപ്പ് മാറിയതായിട്ട് കാണുന്നില്ല സംഭവം. എന്നിട്ട് നമുക്ക് സോൾഡർ ചെയ്താൽ അറിയാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല കേട്ടോ. ഏതായാലും മാറിയില്ലെന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് സൈഡ് എന്താ വർക്ക് ചെയ്യാത്തെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ സാധാരണ മിനി മോട്ടറിന് കിട്ടുന്ന മെയിൻ പണിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രഷ് കത്തിപ്പോക്ക്. അതാണ് ഇതിന്റെ പോയേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ബ്രഷ് മാറ്റിയിട്ട് ആ മോട്ടർ വീണ്ടും വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ബ്രഷ് ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളപ്പോ ആ ഒരു മോട്ടറിന്റെ ബ്രഷ് മാറി കഴിഞ്ഞപ്പോ മോട്ടർ കറക്റ്റ് ഇതായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയിലായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ അതിന്റെ സ്റ്റിയറിംഗ് സൈഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടാ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം.